നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസികളായ ആളുകളെ പല രീതിയിൽ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളെ സധൈര്യം ഈമാനോടുകൂടെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിലാണ് കാര്യം. എന്താ സംഭവം എന്നല്ലേ, നമുക്ക് ഒരു കാലത്ത് പ്രിയങ്കരരായിരുന്ന പല ആളുകൾ നമ്മളെ വിട്ട് പോയിട്ടുണ്ടാകാം. ഒരു കാലത്ത് ചങ്കെന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയ ആളുകൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് തോന്നിയിട്ടുണ്ടാകാം. ആ സെക്കൻഡിൽ നമ്മൾ എങ്ങനെ ഈമാനോടുകൂടെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി സധൈര്യം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ, എങ്ങനെ മുന്നോട്ട് പോകാൻ നമ്മൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ടോ, അതിലാണ് കാര്യമുള്ളത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ പരീക്ഷണങ്ങളെ ക്ഷമയോടുകൂടെ നമ്മൾ നേരിടണം. അള്ളാഹു നമുക്ക് നൽകിയ അമാനത്താണ് മക്കളെന്ന് പറയുന്നത്. ചെറുപ്രായത്തിൽ മക്കൾ മരണപ്പെട്ടാൽ മാതാപിതാക്കൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഈ പറയാൻ കാരണം എന്താണെന്നറിയോ, ഏകദേശം ഒരു മണിക്കൂർ മുന്നേ ഒരു ജനാസ പള്ളിയിലേക്ക് വരികയാണ്. 3 മാസം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മയ്യത്താണ് കൊണ്ടുവന്നത്. ആ മാതാപിതാക്കൾക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാവും ചെറുപ്രായത്തിൽ മരണപ്പെട്ടാൽ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് ക്ഷമ കൊടുക്കട്ടെ, അവർക്ക് നല്ല പ്രതിഫലവും ഇരു ലോകത്തും അള്ളാഹു കൊടുക്കട്ടെ. നാളെ പരലോകത്ത് ഈ കുഞ്ഞു മക്കൾ മാതാപിതാക്കളെ കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ധാരാളം ഹദീസുകളൊക്കെ ഉണ്ട്. ഈ പരീക്ഷണങ്ങൾ അങ്ങനെയാണ്. ഈ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് അമാനത്താണ്. അത് അള്ളാഹു നമുക്ക് തന്നാൽ അവന് ഇഷ്ടമുള്ളപ്പോൾ അവനെ തിരിച്ചെടുക്കാം. അതങ്ങനെ മനസ്സിലാക്കി ഈമാനോടുകൂടെ നമ്മൾ അത്തരം വിഷയങ്ങൾ ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളതാണ്. ഫലസ്തീനിലെ വിഷയങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. എത്രയോ കുഞ്ഞു മക്കളാണ് ദൈനംദിനം പട്ടിണി കിടന്നും അല്ലാതെയൊക്കെ മരണപ്പെടുന്നത്. അവരുടെ മാതാപിതാക്കളുടെ രോദനങ്ങളും സങ്കടങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കാണുന്നവരാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ ക്ഷമ പ്രദാനം ചെയ്യട്ടെ, അവരെ അള്ളാഹു മോചിപ്പിക്കട്ടെ. ആരുടെയൊക്കെ ഏതെല്ലാം രീതിയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരീക്ഷിക്കുന്നുണ്ട്, ആ പരീക്ഷണങ്ങളിലൊക്കെ ക്ഷമയോടുകൂടെ മുന്നേറാനും നാളെ പരലോകത്ത് വിജയിക്കാനും അള്ളാഹു നമുക്കും അവർക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.